ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് വൈകിട്ടാണ്. എന്ന് വെച്ചാൽ ഇന്നലെ വന്ന് കിടന്നപ്പോഴത്തേക്കും വെളുപ്പക്കാരായി. അതൊക്കെ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് വൈകിട്ടാണ്. ബിക്കോസ് നമ്മുടെ ഇന്നത്തെ പരിപാടികൾ വരുന്നത് വൈകിട്ടാണ്. ഈശ്വര, പ്ലാൻ ചെയ്ത് കൊടുത്ത് നടന്നാൽ മതിയായിരുന്നു. സോ ഇന്നത്തെ നമ്മൾ വൈകിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നേരെ ഇനിയിപ്പോൾ സ്റ്റേഡിയം പോകാം. സ്റ്റേഡിയത്തിൽ നിന്ന് എല്ലാം കൂടെ നമ്മളൊരു പരിപാടിക്ക് പോകാൻ പോകുന്നത്. അന്ന് രാത്രിക്ക് നട്ടപ്പാതിരേക്കാണ് പോകാൻ പോകുന്നത്. എന്താകും എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമുക്ക് അതിന് പോയി നോക്കാം. പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് നമുക്കൊരു സ്ഥലത്ത് പോകണം. വൈകിട്ടിൽ നമ്മുടെ പുതുതായിട്ട് ഓപ്പൺ ആയ സ്ഥലമില്ലേ, അവിടെ നിന്ന് പോയി ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യണം. വേറെ നല്ല ഉത്സവമൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അവിടെ ഒന്ന് പോയി വിസിറ്റ് ചെയ്യണം. വിസിറ്റ് ചെയ്തിട്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കിയിട്ട് അവിടെ നാട്ടിലേക്ക് റിപ്പോർട്ട് കൊടുക്കണം. എന്നിട്ട് അവിടെ നിന്ന് റിപ്പോർട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ റിപ്പോർട്ടിന് സാധനം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള സാധനം അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പം അതാണ് നമുക്ക് തന്നെ ഫസ്റ്റ് എന്തായാലും നേരെ വൈറ്റിലെ പോകാം. വൈറ്റിലെ പോകുന്ന നേരെ സ്റ്റേഡിയം. ഓക്കേ ഞാൻ വൈറ്റിലെ പോയിട്ട് വന്നു. വൈറ്റിൽ എന്ത് രസമാണ്. അവിടെ അച്ഛനും അമ്മയും മക്കളും കൂടി വന്ന സാധനം പിടിച്ച് മേടിച്ചിട്ട് പോകണ്ടായിരുന്നു. അങ്ങനെ വൻ വൈബ്. പക്ഷെ ഞാൻ സ്റ്റേഡിയത്തിൽ നിന്ന് സൗദി ഒരു സാധനം കണ്ടു. എന്താണ് സൗദി? വണ്ടി 369 ഈ വഴിക്ക് പോകണുണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം. ഇഡ്ഡലി കഫേ ഉണ്ടാവുമെന്ന് ചെറിയ സംശയം. എന്തായാലും നമുക്ക് പോയി നോക്കാം അല്ലേ? പോയി നോക്കാം. കിട്ടിയാക്കത്തി പോയാൽ പോയി. ഇഡ്ഡലി കഫേ എവിടെയും കാണുന്നില്ല. 369 കാണുന്നില്ല. ഒരു സ്കൈ ബ്ലൂ പോർഷ എവിടെയും കാണുന്നില്ല. ഓടിയാണ് എവിടെയും ഓടിപ്പോയിട്ട് ഓടിപ്പോലും കാണുന്നില്ല. I-20 ഇറങ്ങണം. ഐ തിങ്ക് ഹി ലെഫ്റ്റ്. വന്ന് കാണാൻ ചാൻസ് ഇല്ല ഈ വഴിക്കൊന്നും. മേ ബി ഈ വഴിക്ക് എങ്ങനെ റൗണ്ട് വെക്കാം അല്ലേ? എന്തായാലും നോക്കാം. വാ ഗൈസ്, അവിടെ നോക്കി ഒരു സ്കൈ ബ്ലൂ കളറിൻ്റെ ഒരു സാധനം കിടക്കാണ്ടോ, ഓടി കിടക്കാണ്ടോ. ഞാൻ ഇത് പുള്ളി അറേബ്യൻ പാലസി മന്തി കഴിക്കുമെന്ന് കാണാം. അങ്ങനെയൊക്കെ വരുമോ നോക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, അതാണെന്ന് തോന്നുന്നില്ല കേട്ടാ. ആണെങ്കിൽ അവിടെ വണ്ടിയാണല്ലേ? പക്ഷെ അവിടെ ആരെയും കാണുന്നില്ല. നോക്കി നോക്കാം എന്താണുള്ളത്. അയ്യോ പോയി വണ്ടി പോയി പോവല്ലേ. സ്ലോ പോച്ച്. വണ്ടി പോച്ചേ. വണ്ടി വീണ്ടും അവിടെ നിർത്തിയിട്ടുണ്ട്. ആളുണ്ട്. ഇല്ല, പുള്ളിയല്ല. 369 തന്നെയാണ് വണ്ടി. 369 ആണ് ദുൽഖറിന്റെ വണ്ടിയാണ്. ആളാണോ ഇല്ലയെന്നുള്ള കാര്യത്തിൽ ഡൗട്ട്. ആളാണോ അല്ലയോ ദുൽഖറല്ല. പോച്ച്. വണ്ടി ഒരിപ്പോക്കും പോയി. ദുൽഖറല്ലേ? എനിക്കൊന്ന് നല്ല ഫുഡ് സ്പോട്ട് തപ്പി ഇറങ്ങിയേക്കാണ്. എവിടെ ആളില്ല എന്നുള്ളത്. മേ ബി ഇനി ദുൽഖറിന് ഭക്ഷണം കഴിക്കാൻ വരാൻ വേണ്ടിയിട്ട് ദുൽഖറിന്റെ ഡ്രൈവർ വന്നിട്ട് നോക്കുന്നതാണെങ്കിലോ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ. അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും ആളെ അകത്താരെന്നുള്ള കാര്യം കാണാൻ പറ്റില്ല. പുള്ളിയാണെങ്കിൽ പുള്ളി ക്യാപ്പ് വെച്ചോണ്ടിരിക്കേണ്ടതാണ്. പക്ഷെ ക്യാപ്പൊന്നും ഇല്ലായിരുന്നു. ലെറ്റ് മി സീ. ഗൈസ്, ഇന്നലെ നമ്മൾ കവർ കാണാൻ പോകാൻ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താൽ നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് പോകുമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ മെയിൻ പ്ലാൻ എന്ന് പറയുന്നത്. കവർ കാണാൻ പോകുക എന്നുള്ളതായിരുന്നു. പക്ഷേ രാത്രിയായപ്പോൾ ഒരു മഴ വന്നിട്ട് എൻ്റെ പൊന്നൊരു രക്ഷയിലായിരുന്നു. ഒടുക്കത്തെ മഴ വെച്ചാൽ ഒടുക്കത്തെ മഴ. പ്ലാൻ മൊത്തം ചീറ്റിപ്പോയി. എന്താ അവസ്ഥയാണ്? ഓരോന്ന് പ്ലാൻ ചെയ്ത് നടക്കത്തില്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ മൂഞ്ചി. പക്ഷേ ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ പോകേണ്ട കാര്യം എന്തറിയോ? ദാറ്റൊരു ഉത്സവമാണ്. അപ്പം 12:30 ആകുമ്പോൾ എന്നെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ വന്നില്ലേ എന്ന് ചോദിച്ച് വിളിച്ചോണ്ടിരിക്കുകയാണ്. സോ നമുക്കിത് സമയം കളയാനല്ല, നേരെ പോകാം വീട്ടിലേക്ക്. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. വീട്ടിൽ പോവാം ഗൈസ്. അങ്ങനെ ഞാൻ മേക്ക് ഓവറൊക്കെ ചെയ്തിട്ട് ഇപ്പം വീട്ടിൽ വന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ നേരെ മുടി വെട്ടാനും താടി ഷേപ്പിനൊക്കെ പോയി ഒരു അലങ്കോല ലുക്കായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറേ പാർട്ടി, ഒന്നും രണ്ടുമില്ല 3-4 പാർട്ടി പോയി ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിച്ച് ഇപ്പം നമ്മൾ രാത്രി ഗാനമേളയും വലിയ ഗുമ്മില്ലായിരുന്നു. അവിടെ വണ്ടിയുടെ നോക്കടാ, അവിടെ ഇടും. ഗാനമേളക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് ദീപാരാധനക്ക് പോയി തൊഴുതിട്ട് ഞാൻ തിരിച്ച് പോകുന്നു. ഇപ്പോൾ ഗാനമേളക്ക് പോകാമെന്ന് വെച്ചപ്പോൾ ഗാനമേള വലിയ ഗുമ്മില്ലായിരുന്നു. പിന്നെ 1-2 പാർട്ടി പോയി ഫുഡൊക്കെ എല്ലാം കഴിച്ച് നമ്മൾ തിരിച്ച് പള്ളിവേട്ടയ്ക്ക് പോകാൻ പോവാണ്. പള്ളിവേട്ടയ്ക്ക് പോകാൻ പോവാണ്. ഞാനുണ്ട്, ജിത്തുണ്ട്, പിന്നെ ഉണ്ണിച്ചിന് അവന്മാരൊക്കെ ഫ്രണ്ടേ പോയിട്ടുണ്ട്. നമുക്ക് ഇന്നലെ പള്ളിവേട്ടയ്ക്ക് പോകാം. പോയി തന്നെ പള്ളിവേട്ട.
ഗൈസ് ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങിയത് മാത്രം ഓർമ്മ ഉണ്ടായിരുന്നത്. ഇപ്പം എണീറ്റ് ഒന്നിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നോടെ വീട്ടിലാണ് കുക്കിങ്ങും പരിപാടിയും നടന്നിട്ടിരിക്കുക. രാവിലെ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അകത്ത് കുക്കിങ് നടക്കണം. ആരെയാണ് എൻ്റെ ഒരേ ഒരു പെങ്ങളും അളിയനും കൂടെ കുക്കിങ്. യൂട്യൂബ് നോക്കി കുക്ക് ചെയ്യുന്നു. ഇതൊക്കെ അറിഞ്ഞൂലായിരുന്നു അപ്പൊ? ഈശ്വര എന്ത് ഗതിയാവും എന്തോ. കണ്ടില്ലേ? ഈശ്വര അളവ് കൃത്യമായിരിക്കണം കേട്ടോ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളി പോയി കഴിഞ്ഞാൽ ചിങ്കപ്പനാക്കുക മൊത്തം ഉത്തരവാദിത്തം. അതന്നെ എല്ലാം നീ പിന്നെ മേടിച്ചു. ഞാൻ ബീഫ് എപ്പോഴും കഴിക്കാനില്ലേ? ഗരം മസാല ഉണ്ട്. ഉപ്പ് 2 ടീസ്പൂൺ. എടി 2 ടീസ്പൂൺ ഇട്ടാ പിന്നെ 2 ടീസ്പൂൺ ഉപ്പ് കൂടി കഴിഞ്ഞാൽ ഇനി എന്നെ ഒന്നും പറയില്ല കേട്ടോ. കൊല നടക്കൂ. ഇത്രയും മതിയെന്ന് തോന്നുന്നു. 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം. 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി. അപ്പൊ 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി. ഇഞ്ചി നീ അരിഞ്ഞു വെച്ചിരിക്കല്ലേ? ഇതെന്ത് പരിപാടി? അയ്യോ അന്ന ചതച്ച് ചേർക്കും. വെളുത്തുള്ളി വെള്ളത്തുള്ളി. ഇവിടെ എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലുമൊക്കെ ആവുന്നുള്ളു. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പം ഫുഡ് കഴിക്കുന്ന ടൈം. ഞാൻ കുറച്ച് നേരം ഉറക്കമായിരുന്നു. ഉറക്കം ചെയ്യാത്തത് ഉറങ്ങിയായിരുന്നു. കൊള്ളാം കിട്ടും. നല്ല കറിയാണ്. കൊള്ളാം, നല്ല കറി. ഞാനപ്പോൾ കഴിച്ചിട്ടില്ല. ഓക്കെ ഗൈസ്, അങ്ങനെ വീണ്ടും ഞാൻ രാത്രിയാണ് പോകുന്നിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഫുഡും കഴിച്ചിട്ട് കിടന്നുറങ്ങിപ്പോയി. പിന്നെ കിടന്നുറങ്ങിയല്ല, കുറച്ച് 1-2 സാധനം വാങ്ങിക്കണം. അതിനൊക്കെ പോകണമായിരുന്നു. ഇഫ് യു നോ അതൊക്കെ കാരണം. അപ്പോൾ നമ്മൾ വീണ്ടും വൈകുന്നേരം വന്നിരിക്കണം. ഇപ്പോൾ ഇത് ദീപാരാധന തൊഴാൻ വേണ്ടി അമ്പലത്തിലേക്ക് പോകണം. അമ്പലത്തിൽ പോയിട്ട് ദീപാരാധന തൊഴുന്നത് ശരിയല്ലേ? വിത്ത് മീ ഞാൻ ആദിഷ് ജിതിൻ ഞങ്ങൾ പോയാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരാം. ഓക്കെ, അമ്പലത്തിൽ പോയിട്ട് അടുത്ത കുഞ്ഞു വിശേഷങ്ങളാണ്. ഇന്ന് അത്യാവശ്യം ഇന്നലത്തേക്കാളും കുറച്ചുകൂടെ തിരക്കുണ്ട്. ഇന്ന് 11 മണിക്കാണ് നമ്മൾ ഗരുഡൻ തൂക്കിന് പോകാൻ പോകുന്നത്. പൊളിക്കും. വേറെ ലെവലായിരിക്കും അല്ലേ? ആദ്യം വേറെ ലെവലായിരിക്കും അല്ലേ? വാ സെറ്റ്.
ഹലോ ഗൈസ്. എനിക്കറിയാം ഈ വ്ളോഗിനകത്ത് പലതും ആ ഒരു സെലിബ്രേഷൻ ആ ഒരു പരിപാടികളും കാര്യങ്ങളാണ്. ഞാൻ ഒരുപാട് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും അധികമൊന്നും ഇല്ല. പലതും ഒരു കാര്യം പറഞ്ഞു പിന്നെ നടക്കുന്ന വേറെ കാര്യം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഉത്സവമാണ്, ആ ഒരു സെലിബ്രേഷൻ മൂഡിലായിരിക്കും. പിന്നെ എൻ്റെ ഉത്സവം ഞാൻ ഇതുവരെ നിങ്ങളെ കാണിക്കാത്തത് കൊണ്ട് അങ്ങനെ കാണിക്കുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ എന്നാ കഴിയുന്ന ഷോർട്ട് ഓരോ നടക്കുന്ന പ്രോഗ്രാമുകൾ അതായത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നൊക്കെ അങ്ങനെ വീഡിയോ എടുത്ത് വെച്ചതാണ്. പിന്നെ എൻജോയ്മെൻറ്റ് ഉണ്ടായിരുന്നു. അറിയാമല്ലോ എൻജോയ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി പോകും. അതുകൊണ്ടാണ് ആരും ഒന്നും വിചാരിക്കരുത്. അറിയാമല്ലോ നിങ്ങൾക്ക് സിറ്റുവേഷൻ അറിയാമല്ലോ. ഓക്കെ, നമ്മൾ ലാസ്റ്റ് കണ്ടത് ഗരുഡൻ തൂക്കം പരിപാടിയൊക്കെയാണ്. അത് അതിൻ്റെ ഇതിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരാ വിളിക്കുന്നത് നിങ്ങൾക്ക്? ലാസ്റ്റ് കണ്ട ഗരുഡൻ തൂക്കമായിരുന്നു. അതും നമ്മുടെ ചേരുവരായിരുന്നു ചെയ്തിരുന്നത്. 2 ചേരുവരുണ്ട് ഓൾറെഡി അമ്പലത്തിൽ. വടക്കേ ചേരുവരും തെക്കേ ചേരുവരെന്ന് പറഞ്ഞാൽ തെക്കേ ചേരുവരത്തായിരുന്നു പള്ളിവട്ടയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പള്ളിവട്ടം എന്ന് പറയുമ്പോൾ ദേവി മറ്റേ ഹണ്ടിങ്ങിന് പോകുന്ന പരിപാടിയായിരുന്നു, അതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വേട്ടന് ഇങ്ങനെ തുള്ളിക്കൊണ്ട് വരുന്ന സംഭവമാണ്. അത് എനിക്ക് വലിയ ഡീറ്റെയിൽ അറിയത്തില്ല. ഗരുഡൻ തൂക്കം എന്ന് പറയുമ്പോഴത്തേക്ക് അതിങ്ങനെ ആ പ്ലാറ്റ്ഫോം കിട്ടിയിട്ടില്ലേ, അവിടെ നിന്നിട്ട് തുള്ളി ഇതായി ലാസ്റ്റ് അവസാനം നേരെ ദേവിയൊക്കെ പോയി ഇതായി പ്രസൻറ്റ് ചെയ്യുക, അങ്ങനത്തെ പരിപാടിയാണ്. ചരിത്രം എന്നോട് ചോദിക്കുന്നത് എനിക്ക് വലുതായിട്ട് അറിയത്തില്ല. എനിക്ക് അറിയാവുന്ന ജസ്റ്റ് ഒരു കാര്യം മാത്രം പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഫുൾ വൈബായിരുന്നു. പരിപാടികൾ വളരെ ചുരുക്കമായിരുന്നു. നമ്മൾ പരിപാടിയെക്കുറിച്ച് നമ്മളെല്ലാവരും കൂട്ടുകാരെ കൂടിയിരുന്ന് ആഘോഷിപ്പം പരിപാടിയൊക്കെ ആയിരുന്നു. ഓരോ വീട്ടിലും പോയി ഫുഡ് കഴിക്കുക, അങ്ങനെയൊക്കെ നടന്ന് തെന്നിത്തിരിഞ്ഞ് നടന്ന് എല്ലാം നടന്ന് ഈ വർഷം ഉത്സവം അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.